അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം യൗവനം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ അമ്മയാണ് മടിയിൽ കിടത്തി പറഞ്ഞു തന്നത്. അതായിരുന്നു ശക്തി തന്നത്. നിയമഗ്രന്ഥങ്ങളിലെ വരികളും വരികൾക്കിടയിലെ അർത്ഥഭേദങ്ങളും മാത്രം ജീവിതാധാരമായി കണ്ട് ജീവിക്കുന്ന അച്ഛനു വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യം. നിർത്താം, പ്രസംഗം നിർത്താം. മകൻ IAS-കാരനായി വന്നിറങ്ങുന്നത് സ്വപ്നം കണ്ട് കാത്തിരുന്നവരുടെ മുന്നിലൂടെ നീ കൈവിലങ്ങിട്ട് പോയി. 6 വർഷം സെൻട്രൽ ജയിലിൽ നീ അനുഭവിച്ചാൽ കൂടുതൽ വേദന ഞാനും ഇവളും കൂടെ അനുഭവിച്ചു. അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം യൗവനം ദാനം കൊടുത്ത് അച്ഛന്റെ ജരാനരകൾ സ്വീകരിച്ച മകന്റെ കഥയല്ല നിന്റേത്. സ്വന്തം യൗവനം എറിഞ്ഞുടച്ച് 6 വർഷം അച്ഛനെ അമ്മയെ കരയിച്ച മകനാണ് നീ.